പ്രിയമുള്ളവരെ, നമുക്ക് സുപരിചിതമായ ഒരു വചനം അച്ഛനൊന്ന് പറയുകയാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതായത് പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് തീരുമാനം പറയുകയാണ്, സമ്മതം പറയുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. നമ്മൾ ആഘോഷിക്കുന്ന ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ കൃപയായി അനുഗ്രഹമായി മാറുന്നതിൻ്റെ പിന്നിൽ ദൈവഹിതത്തോട് ചേർന്ന് തീരുമാനമെടുത്ത പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിലൊക്കെ അനുഗ്രഹമാകുവാൻ പാകത്തിന് ദൈവഹിതത്തോട് ചേർന്ന് തീരുമാനമെടുക്കണം. അതായത് നീ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനവും അത് അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറേണ്ടതാണ്. ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നത് നീ എടുക്കുന്ന തീരുമാനങ്ങൾ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ട്. പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും ഒരു നാളിലെടുത്ത തീരുമാനം നമ്മൾ ഇന്നും ആഘോഷിക്കുന്ന ഈ ക്രിസ്മസിന്റെ ഒക്കെ പിന്നിൽ ദൈവം അവരെ ശക്തിപ്പെടുത്തിയതാണ്. ദൈവം പരിശുദ്ധ അമ്മയെയും വിശുദ്ധ യൗസേപ്പിതാവിനെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിച്ചത് വഴിയായി വിസ്മയങ്ങൾ തീർക്കുന്ന ക്രിസ്മസ് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്.